ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തേൻ നിലാവ്. അപ്പോൾ നമുക്ക് 4 പാഠങ്ങളായിരുന്നു ഈ എക്സാമിന് വന്നത്. ബാക്കി 5ാമത്തെ പാഠങ്ങൾ മുതലാണ് ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തുടർന്ന് ക്ലാസ്സുകളിൽ മനസ്സിലാക്കി പഠിക്കാം. ഇന്ന് 5ാമത്തെ പാഠം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാം. മക്കയിലുള്ള കഅബ അതാണ് നമ്മുടെ കിബില. നിസ്കരിക്കുമ്പോൾ കിബിലക്കു മുന്നിടണം. ആദ്യം കഅബ നിർമ്മിച്ചത് മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കിപ്പണിതു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം സഹായിച്ചു. നിർമ്മാണം പൂർത്തിയായി അവർ ദുആ ചെയ്തു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മുസ്ലിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. നമുക്കും ഹജ്ജ് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇവിടെ കഅബയുടെ ചിത്രം ഉണ്ട് അല്ലേ പാഠബുക്കിൽ. അപ്പോൾ ഈ കഅബ എവിടെയാണ് ഉള്ളത്? മക്കയിലാണ് കഅബ. എവിടെയാണ്? മക്കയിലാണ് കഅബ. കഅബ എവിടെയാണ്? കഅബ മക്കയിലാണ്. മക്കയിലാണുള്ളത് എന്ത്? കഅബ. നമ്മുടെ കിബിലാണ് ഏത്? കഅബ. മക്കയിലുള്ള കഅബയാണ് നമ്മുടെ കിബില. ഓക്കെ. നമ്മൾ നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് മുന്നിടേണ്ടത്? കിബിലയിലേക്കാണ്. കിബിലക്ക് മുന്നിടണം. ഓക്കെ. നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടണം. ആദ്യം കഅബ നിർമ്മിച്ചത് ആരാണ്? മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിനുശേഷം പുതുക്കിപ്പണിതു. കഅബ പുതുക്കി പണിതത് ആര്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കി പണിയുമ്പോൾ സഹായിച്ചത് ആരാണ്? മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം. അപ്പോൾ കഅബയുടെ പുതുക്കി പണിയുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിർമ്മാണം പൂർത്തിയായപ്പോഴേ അവർ ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ അത് വിട്ട ഭാഗം തരും. എന്നിട്ട് ബാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കണം. റബ്ബന തഖബ്ബൽ ഇവിടെ എന്താന്ന് ചോദിക്കും. അപ്പോൾ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മനസ്സിലായില്ല? മക്കയിലേക്ക് മുസ്ലിങ്ങൾ എന്തിനാണ് പോണത്? ഹജ്ജിന് പോകുന്നു. മക്കയിലേക്ക് ഹജ്ജിന് പോവുകയാണ് മുസ്ലിങ്ങൾ. എന്നാണ് ഹജ്ജ്? ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. ദുൽഹിജ്ജ മാസത്തിലാണ് അതുള്ളത്. ഏത്? ഹജ്ജ്. തിരിച്ചൊക്കെ ചോദ്യം വരും കേട്ടോ. നമുക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ചിത്രം കാണിച്ചിട്ട് ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. ഇത് മക്കയിലുള്ള കഅബയാണ്. കഅബ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ചിത്രം? ഇനി നമുക്കിവിടെ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. എന്താണ്? നമുക്കത് വായിച്ച് എന്താന്ന് മനസ്സിലാക്കാം. മക്ക, കഅബ, കിബില, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. ഓക്കെ. പിന്നെന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ വായിച്ചാൽ നമുക്കെന്താണ് അറബി അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ നുക്മിൽ ചേർത്തിട്ട് പറയണം വിട്ട ഭാഗം. മക്കയിലുള്ള ഡാഷാണ് നമ്മുടെ കിബില. മക്കയിലുള്ള കഅബയാണ് നമ്മുടെ കിബില. അപ്പോൾ അത് എഴുതി കൊടുക്കൊന്നും വേണ്ട. നമ്മൾ എക്സാമിനൊക്കെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെന്താണ്? കഅബ ആദ്യം നിർമ്മിച്ചത് ആരാണ്? മലക്കുകൾ. മുസ്ലിങ്ങൾ ഡാഷിലേക്ക് ഹജ്ജിന് പോകുന്നു. എവിടേക്കാണ് മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത്? അപ്പോൾ അവിടെ മക്കയിലേക്ക് നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ? മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. അവിടെ ചേർത്ത് കൊടുക്കണം മക്കയിലേക്ക്. ഇനി ചോദ്യങ്ങളാണ്. നുജിബ്. കഅബ എവിടെയാണ്? പരിശുദ്ധ മക്കയിലാണ് കഅബ. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നു എവിടേക്ക്? മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത് എവിടേക്കാണ്? മക്കയിലേക്കാണ് ഹജ്ജിന് പോകുന്നത്. ഏത് മാസത്തിലാണ് ഹജ്ജ്? ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. കഅബ നിർമ്മാണത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചു ആരായിരുന്നു? ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആണ് സഹായിച്ചത്.
നിർമ്മാണം പൂർത്തിയാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മൾ വായിച്ചതാണ് അല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.